Hi all, welcome back to my channel Unique Kids. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള fuljar സോഡയാണ് ചെയ്യുന്നത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് നമ്മളൊരു സോഡ മാത്രം വാങ്ങിയാൽ മതി, ബാക്കിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇത് സെർവ് ചെയ്യണതിനെ പറ്റി പറയാം. നമ്മൾ ഇത് ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യണത് ആ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു സോഡൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഇറങ്ങുന്ന പോലത്തെ ഒരു ഗ്ലാസ് എടുക്കുക. ഞാൻ ഈ ഗ്ലാസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയൊരു അടപ്പ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോവും. നമ്മൾ ആ മിക്സ് ആ ചെറിയ അടപ്പിൽ ഒഴിച്ചിട്ട് ആ ഒരു സോഡയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ തന്നത്തെ ആ മിക്സ് ആയിക്കോളും. അപ്പോൾ നിങ്ങളെടുക്കുന്ന സെർവിങ് ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റിയ ഏതെങ്കിലും ഒരു കുഞ്ഞു ഗ്ലാസ്സോ അടപ്പോ എടുത്തിട്ട് വേണം ഈ ഒരു മിക്സ് അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ പീസാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്രഷ് ചെയ്ത പോലെ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് പുതിനയുടെ ഇലയാണ് വേണ്ടത്. ഇത് ഏകദേശം ഒരു കൈപ്പിടിയോളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാടാക്കണ്ട, ഒരുപാടാകുമ്പോൾ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതും ഞാൻ അതേപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത്. ഇനി ഈ ജ്യൂസിലോട്ട് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവോയ്ഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് സബ്ജ സീഡ്സ് ആണ്. അത് ഞാനൊരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പാണ് ഒഴിക്കേണ്ടത്. ആ ഒരു മധുരവും പുളിയും എല്ലാം കൂടെ വരുന്ന സമയത്താണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അത് ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മധുരം ഉണ്ടെങ്കിലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അതെല്ലാം കൂടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ സോഡ ഒഴിച്ചിട്ടാണ് ചെയ്യാൻ പോണത്. സോഡ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് സോഡ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഉപയോഗിച്ചത് ഒരു വട്ടം ഓപ്പൺ ചെയ്തു പോയി, അതുകൊണ്ട് തന്നെ ഒരുപാട് പതഞ്ഞ് അത് വരുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ട്രേലെങ്ങാൻ വെച്ചിട്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ ആ ഒരു മിക്സ് ഇടുന്ന സമയത്ത് അത് വല്ലാണ്ട് പതഞ്ഞ് വരും. ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് അത് ശരിക്കും പതഞ്ഞ് വരാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരിയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.